ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി അള്ളാഹുവിന്റെ തിരുഭൂമിയിൽ ഉംറ എന്ന പുണ്യകർമ്മം നിർവഹിക്കാനും മദീനയിലെ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള സന്ദർശിക്കാനും എത്തിയ ഒരു കൂട്ടം പാവപ്പെട്ട ആൾക്കാർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര നാളത്തെ ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ അവരിവിടെ എത്തിയത്. ഒരു ബസ്സിന് തീപിടിച്ച് 40ഓളം ആളുകൾ മരണപ്പെടുന്നത്, ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പരിശുദ്ധ ഉംറ കഴിഞ്ഞ് മദീനയിലോട്ട് പോകുന്ന വഴിയായിരുന്നു. രാത്രി നല്ല സ്പീഡായിരിക്കാം, എല്ലാവരും നല്ല ഉറക്കത്തിലുമായിരിക്കാം. പുറകെ കൊണ്ടുവന്ന മറ്റൊരു ടാങ്കർ ഇടിച്ചതാണ് തീപിടിക്കാൻ കാരണമായതെന്നാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്ത്യയിലെ ഹൈദരാബാദി സ്വദേശികളാണ് മരണപ്പെട്ടത്. പരിശുദ്ധ ഉംറ കഴിഞ്ഞ് മദീനയിലെ റസൂലിന്റെ റൗദ സന്ദർശിക്കാൻ പോകുന്നതിനിടയിൽ ബദറും സന്ദർശിച്ച് മദീനയിലോട്ട് പോകുന്ന വഴിയിൽ യാമ്പൂനടുത്ത് വെച്ചാണ് അപകടമുണ്ടാകുന്നത്. സൗദി ടൈം രാത്രി 11 മണിക്കാണ് ഇത് സംഭവിക്കുന്നത്. ഇന്ത്യൻ സമയം ഏകദേശം 1:30 മണിയായി കാണും. 15ഓളം കുട്ടികൾ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. മരിച്ചവരാരെയും ഇതുവരെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല. നാട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോരുമ്പോൾ ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ലെന്ന് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. എന്തായാലും മരണപ്പെട്ടവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപകട കാരണം എന്തുമാകട്ടെ, ഇനിയും ഒരുപാട് ജീവിതം ബാക്കിയുണ്ടായിരുന്നതായിരുന്നു. പക്ഷെ വിധി ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ആ ബസ്സിലെ ഡ്രൈവർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കുറച്ചും കൂടി സ്പീഡ് കുറച്ചിരുന്നെങ്കിൽ ഇത്രയും അപകടം ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. ഈ ഉംറ ബസ്സിലെ ഡ്രൈവർമാർ എല്ലാം തന്നെ എപ്പോഴും ലോങ് ട്രിപ്പിലായിരിക്കും. അവർ കണ്ടിന്യൂസ് ആയിരിക്കും ലോങ് ട്രിപ്പ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവിടുത്തെ ഈ ഒരു ട്രിപ്പ് മദീനയിലാക്കിയിട്ട് വേണം അടുത്തൊരു ട്രിപ്പ് ആയിട്ട് ചിലപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ 100-110 അവരുടെ ആ ഒരു സ്പീഡ്. ചിലപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം അപകടത്തിന്റെ തോത് ഇത്രയും വർദ്ധിപ്പിച്ചത്. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ ഉംറ ഏജന്റുമാരും ഇവിടെയുള്ള ബന്ധപ്പെട്ട അധികാരികളും ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും മരണപ്പെട്ടവർക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ.